ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്. അപ്പം എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ക്ഷമിച്ച് വിട്ടേക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് നിറ്റു എന്ന് പറയുന്ന ചേട്ടൻ്റെ ഫ്ലാറ്റിലാണുള്ളത്. അപ്പം അവിടെ നിന്നുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. സ്ഥലം വന്നിട്ട് ഷാർജയിലുള്ള അൽ മജാസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ എഴുന്നേറ്റു, രാവിലെ ബ്രഷൊക്കെ ചെയ്യുന്ന പരിപാടീസാണ്. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത്, രാവിലെ നമ്മൾ നൈറ്റ് വാഷ് ചെയ്തിട്ട് കിടന്നാലും മസ്റ്റായിട്ടും രാവിലെ നമ്മൾ ഫേസ് വാഷ് ചെയ്യണം കേട്ടോ. പിന്നെന്താ, ഞാൻ സിമ്പിളിൻ്റെ ഫേസ് വാഷ് സാധാരണ യൂസ് ചെയ്യണം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഫേസ് വാഷായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ എടുക്കാനും മറന്നപ്പം എവരി യൂത്തിൻ്റെ ആ ഒരു ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് മുഖമൊക്കെ കഴുകി. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ടവൽ വെച്ചിട്ട് എപ്പോഴും നമ്മൾ ഫേസ് ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ടവൽ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. ഞാനിപ്പോഴൊക്കെയാണ് ഈ ശീലം ഇങ്ങനെ ശീലിച്ച് വരണത്, ഇതിന് മുന്നേ അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ റൂമിലൊരു ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചു. അപ്പോഴത്തേക്കിനും ചേച്ചിയൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു റെഡിയാക്കാൻ വേണ്ടിയിട്ട്. രാവിലെ സ്പീഡിൽ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാഗിയും മുട്ടയും അങ്ങനെയാണ് നോക്കി ചെയ്തത്. നല്ലൊരു വെറൈറ്റി മാഗിയായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. അത് ഒരു വെറൈറ്റി സോസൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടൈപ്പ് സാധനം, അതെനിക്കിഷ്ടമായി. ഞാൻ ഒരു മാഗി ലവറൊന്നുമല്ല, പക്ഷേ എനിക്കിതെന്തോ ഇഷ്ടമായി. ഞാൻ മുട്ട മാത്രം കഴിക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അതും കൂടെ കഴിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ഹാപ്പിയായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കണം. നമ്മൾ പുറത്ത് ഒന്ന് പോകാനൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഇച്ചിരി ഷൈ ആണ് കേട്ടോ ക്യാമറയിൽ. ഷൈ അല്ല, പുള്ളിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ക്യാമറയിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ആൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പറയുന്നതൊക്കെയും സംസാരിക്കുന്നതൊക്കെയും ഭയങ്കര നാച്ചുറലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു രസമുണ്ട് ആളെ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും, നല്ല രസമുണ്ട്. ഇതിലല്ല, ഞാൻ അല്ലാതെ കുറേ ഷോട്ട് എടുത്തപ്പോഴത്തേക്കിനും അതിൽ ചേട്ടനോട് നമ്മളെന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ഭയങ്കര നാച്ചുറലായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ അതിൽ നമ്മളിങ്ങനെ അഭിനയിക്കാനെ കൊണ്ട്, അല്ലെങ്കിൽ ചേട്ടാ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാലും ആൾ ചെയ്യുന്നത് ഭയങ്കര നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ മുട്ട കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഞാനും ചേച്ചിയും ഭയങ്കര ഇഷ്ടമാണ്, മുട്ട ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെയാണ് പറഞ്ഞത്. ചേട്ടനത് തീരെ ഇഷ്ടമല്ല മീൻസ് പുഴുങ്ങിയത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങോട്ട് കഴിക്കുകയാണ്. ലഞ്ച് നമ്മൾ പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ബീച്ചിൽ പോകാൻ പ്ലാനുണ്ട്. പിന്നെ ഒരു കോർണിഷ് എന്ന് പറഞ്ഞിട്ട് ബുഹാര കോർണിഷ്, അവിടെ ഒരു പ്ലേസ് ഉണ്ട്. അപ്പം അവിടെയൊക്കെ പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ശൃംഗാരവേലൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിലെ അത് കണ്ടുകൊണ്ടാണ് ഇരുന്ന് കേട്ടോ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചേട്ടൻ പറഞ്ഞു പെട്ടെന്ന് റെഡി ആയിക്കോ, നമുക്ക് പുറത്തേക്ക് പോവാം. അങ്ങനെ ഞാനും ചേച്ചിയൊക്കെ റെഡിയായാ പോവാ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര നാച്ചുറലായിട്ടാണ് ആൾ കാര്യങ്ങൾ പറയണതെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ലിഫ്റ്റൊക്കെ എടുത്ത് താഴത്തേക്ക് പോയി, വണ്ടിയിൽ പോവാനായിട്ട് പോയി. വീഡിയോ ആണ് എടുക്കണതെന്ന് ഫോട്ടോ എടുക്കുന്നതാണെന്ന് വിചാരിച്ചാണ് അങ്ങനെ ഭയങ്കര എന്തൊക്കെയോ പോസൊക്കെ ഇട്ട് നിന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോണത് പാരാമൗണ്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോണ വഴിക്ക് ഇങ്ങനെ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടിട്ട് ഞാൻ കുറച്ച് പുറത്തെ വ്യൂസ് ഒക്കെ കണ്ടു ഇങ്ങനെ. അത് കഴിഞ്ഞതാ നമ്മൾ എത്തി കേട്ടോ റെസ്റ്റോറൻറ്റിൽ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ചേച്ചിയാണോ എന്ന് തോന്നുന്നു, ഞങ്ങൾ ഊണ് കഴിക്കാൻ പ്ലാൻ ഇട്ടിട്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ബീഫ് ബിരിയാണി പറഞ്ഞു കേട്ടോ. പക്ഷേ ദൈവമേ, അത് കഴിച്ചില്ലെങ്കിൽ ഞാൻ വളരെ അതിനെപ്പറ്റി ഓർത്ത് ദുഃഖിച്ചേനേയും. കാരണം അത്ര ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു മെൽറ്റിങ് ഫീലായിരുന്നു ആ ബിരിയാണി, അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ മനുഷ്യന് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി വീഡിയോ ഓണാക്കി വെച്ചപ്പോഴത്തേക്കിനും കുറച്ച് മാറ്റിക്കോ, എനിക്ക് കഴിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞതാണ്.
അത് കഴിഞ്ഞ് ഞങ്ങളിതാ അൽക്ക ബീച്ചോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയണേ. അവിടെ പോയി കുറച്ച് നേരം അവിടെയൊക്കെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഈവനിങ് ആയിരുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ ഇറങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു മൂവി കാണാമെന്ന് വിചാരിച്ചു. ഓൾറെഡി കണ്ട മൂവിയാണ്, മറ്റേ അല്ലു അർജുൻ്റെ ഒരു മൂവിയില്ലേ, വൈകുണ്ഠപുരത്തോ അങ്ങനെ എന്തോ, അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമുക്ക് വൈകിട്ടത്തേക്കിന് നല്ല വിശപ്പായപ്പോഴത്തേക്കിനും നമ്മൾ ഫ്രിഡ്ജിലെല്ലാം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുത്തു. മീൻ വറുത്തതും പയറുതോരനും അച്ചാറും പിന്നെ ലൂബിക്ക് കുറച്ചിട്ട് ഉപ്പിലിട്ട് എന്തോ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചെറിയ KFC ആയിട്ട് വന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ചു, വയറ് നിറച്ച് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. KFC നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്.